നമസ്കാരം, ഞാൻ മീനു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. കുട്ടികളിലെ സ്ക്രീൻ ടൈം എക്സ്പോഷർ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് സ്ക്രീൻ ടൈം? ഒരു വ്യക്തി സ്ക്രീനിന് മുമ്പിൽ, അതായത് മൊബൈൽ, TV, കമ്പ്യൂട്ടർ, ടാബ് ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിന് മുമ്പിൽ ചെലവഴിക്കുന്ന സമയത്തെയാണ് നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഇന്ന് മാതാപിതാക്കളെ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു 90% പേഷ്യൻസും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്, അതുപോലെ ഏത് പ്രായത്തിൽ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഏത് പ്രായത്തിൽ കൊടുക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചും വിശദമായി ഒന്ന് നോക്കാം. പലതരത്തിലുള്ള സ്റ്റഡീസ് നടക്കുന്ന അല്ലെങ്കിൽ പഠനങ്ങൾ നടക്കുന്ന ഒരു വിഷയം തന്നെയാണ് സ്ക്രീൻ ടൈം എന്നുള്ളത്. നമ്മൾ പറയുന്നത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരു കാരണവശാലും സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത് എന്നാണ്. അതിന് കാരണം, ഈ ഒരു ടൈമിൽ, അതായത് ജനിച്ച് 3 വയസ്സിനുള്ളിലുള്ള ഈ ഒരു ടൈം കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ച സമൃദ്ധമായി നടക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ എന്താണോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്, അതായിരിക്കും കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അരമണിക്കൂർ വരെ സ്ക്രീൻ അനുവദിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ പേരൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നേരിടുന്ന ഒരു ചോദ്യമാണ്, അരമണിക്കൂർ TV, അരമണിക്കൂർ മൊബൈൽ അങ്ങനെയാണോ എന്ന്. ഒരിക്കലുമല്ല. എന്ത് സ്ക്രീൻ ആയാലും, ഏത് സ്ക്രീൻ ഉപയോഗിച്ചാലും അതെല്ലാം ചേർത്ത് അരമണിക്കൂർ സമയം മാത്രമേ ഒരു ദിവസം കുട്ടികൾക്ക് സ്ക്രീൻ അനുവദിക്കാവുള്ളൂ. ഇനി 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സംബന്ധിച്ച് 1 മണിക്കൂർ വരെ സ്ക്രീൻ അനുവദിക്കാവുന്നതാണ്. എങ്കിലും തുടർച്ചയായുള്ള 1 മണിക്കൂർ ഉപയോഗം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്താണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു സ്ഥലത്തിരുന്ന് കളിക്കുവാനോ ഒരു പ്രവൃത്തി ചെയ്യാനോ സാധിക്കാതെ അലക്ഷ്യമായി ഓടുക, അലക്ഷ്യമായ കളികളിൽ ഏർപ്പെടുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്ക്രീൻ അമിതമായി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി ബേൺ ചെയ്യാതെ പിന്നീട് സ്ക്രീൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള അലക്ഷ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണപ്പെടുന്നത്. 2, ലാംഗ്വേജ് ഡിലേ. അതായത് ശരിക്കും ഡെവലപ്മെന്റിന്റെ ഒരു നല്ല സമയത്ത് സ്ക്രീൻ എക്സ്പോസ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറവാണ്, അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ടുള്ള കളികൾ കുറവാണ്. അതുപോലെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല, സ്ക്രീനിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ കേൾക്കുന്നു. അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനോ അവരുടെ സംശയങ്ങൾ പറയുവാനോ അവിടെ ഒരു അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഡിലേക്ക് കാരണമാകും. മറ്റൊന്നാണ് അറ്റൻഷൻ പ്രോബ്ലം. അതായത് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ പുറമേയുള്ള ലോകം നോക്കുമ്പോൾ സ്ക്രീനിനെ പോലെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോകം അല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പുറം ലോകത്തെ അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന ഒരു ലോകത്തെ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരുന്നു. ഇതുവഴി ലേണിംഗ് ഡിഫിക്കൽറ്റി, അതായത് കുട്ടികൾക്ക് പഠനത്തിലും ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ പഠനത്തിൽ ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടുന്നു. അടുത്തതായി വാശി. അമിതമായ വാശി, അമിതമായ സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും പേരൻസ് പറയാറുണ്ട്, ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോഴാണ് പ്രത്യേകമായി ഇവർ ഈ വാശി കാണിക്കുന്നത്. ഈ വാശി കാണിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാതെ പേരൻസ് TV വീണ്ടും അല്ലെങ്കിൽ എന്താണോ സ്ക്രീൻ ഉപയോഗിക്കുന്നത് അത് വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇത് എല്ലാ കാര്യത്തിലും കുട്ടികൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഈ വാശി അവർ നിലനിർത്താനും ശ്രമിക്കുന്നു. മറ്റൊന്നാണ് വയലന്റ് ബിഹേവിയർ. അതായത് ഭയങ്കരമായിട്ടുള്ള അക്രമാസക്തമായ സ്വഭാവം കാണിക്കുന്ന കുട്ടികളുണ്ട്. ഇത് പലപ്പോഴും ഒരു ഇമിറ്റേഷൻ ആണ്. അതായത് കുട്ടികൾ കാണുന്ന വീഡിയോ, പ്രത്യേകമായിട്ടും കാർട്ടൂൺസ് ആണല്ലോ കുട്ടികൾ കാണുന്നത്. ഈ കാർട്ടൂണിൽ കാണുന്ന പല ക്യാരക്ടേഴ്സും അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ടോം ആൻഡ് ജെറി പോലെയുള്ള കാർട്ടൂൺസ്, അതിലൊരു പ്രതികാര മനോഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മുതിർന്ന ആൾക്കാരിൽ ഇതൊരു തമാശയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ഇവരത് കാര്യമായി എടുത്തിട്ട് അവരുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതുപോലെ അനുകരിക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ് പലപ്പോഴും ഈ വയലൻസ് ബിഹേവിയർ ആയി കാണുന്നത്.
അടുത്തത് ഫീഡിംഗ് ഡിസോർഡർ. പലതരത്തിലുള്ള ഫീഡിംഗ് പ്രോബ്ലംസ് കാണിക്കുന്ന കുട്ടികളുണ്ട്. അതായത് ചില കുട്ടികൾ ഭക്ഷണം വയററിയാതെ കഴിക്കുന്നു, സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് എത്ര കൊടുത്താലും കഴിക്കുന്ന കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അമിതഭാരം ഉണ്ടാവുകയും അത് പിന്നെ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസിലേക്ക് പോകുന്നതായും കാണുന്നുണ്ട്. രണ്ടാമതായി, കുട്ടികൾ ഭക്ഷണം വായിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു, സ്ക്രീനിൽ ശ്രദ്ധിക്കുന്നത് മൂലം ഭക്ഷണം ഇറക്കാൻ പോലും മറന്നു പോകുന്ന കുട്ടികളുണ്ട്. അത്തരക്കാർ കുറച്ച് സമയം കഴിഞ്ഞ് ഈ ഭക്ഷണം തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ ഛർദ്ദിച്ച് കളയുകയോ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുമൂലം കുട്ടികൾക്ക് പോഷകക്കുറവ് കാണുന്നു. അടുത്തതായി, ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുള്ളൂ എന്നുള്ള ഒരവസ്ഥ. അത് പലപ്പോഴും ഒരു സെൻസറി ഇഷ്യൂ ആയി മാറാറുമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന കുട്ടികൾ, പർട്ടിക്കുലർലി സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന കുട്ടികൾ അതേ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ എന്നൊരവസ്ഥ. പുതിയ എന്തെങ്കിലും ഒരു ആഹാര സാധനം ട്രൈ ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. കാരണം ഈ ഭക്ഷണത്തിന്റെ മണം അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ്, അതിന്റെ ടെക്സ്ചർ, ഇതൊന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയാണ് കുട്ടികൾ പലപ്പോഴും സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫീഡിംഗ് പ്രോബ്ലംസും ഇപ്പോൾ സാധാരണയായി കുട്ടികളിൽ കാണുന്നുണ്ട്. മറ്റൊന്നാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ്. ഇപ്പോൾ മുതിർന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും നമ്മളൊരു കുറച്ചധികം ടൈം സ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് ഉറങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ പലപ്പോഴും തലവേദന അല്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥ, ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് ഒക്കെ തോന്നാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇത് കുറച്ചുകൂടി കൂടുതലായിട്ടും കാണുന്നതായി നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അടുത്തത് ക്ലാരിറ്റി. അതായത് കുട്ടികൾക്ക് പാരറ്റ് സ്പീച്ച് ഡെവലപ്പ് ആകുന്നു എന്ന് പറയാറുണ്ട്. അതിന് കാരണം ഇപ്പൊ കാർട്ടൂണിലുള്ള ചില കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന രീതി ഇവർ കോപ്പി ചെയ്യുകയും അതേപോലെ വർത്തമാനം പറയുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് മൂലം ക്ലാരിറ്റിയിൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. അടുത്തൊരു പ്രശ്നമാണ് കാഴ്ചക്കുറവ്. തുടർച്ചയായി ബ്ലൂ റേസ്, അതായത് സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ റേസ് റേഡിയേഷൻ കുട്ടികളുടെ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാക്കുന്നതായും കാണുന്നുണ്ട്. മറ്റൊന്നാണ് സോഷ്യൽ സ്കിൽസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതായത് കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായി കളിക്കുവാനോ ഇടപഴകുവാനോ സാധിക്കുന്നില്ല. കാരണം അമിതമായി സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ചുറ്റും നടക്കുന്ന ഒന്നിനെ പറ്റിയും അവർ ബോധവാന്മാരല്ല എന്ന് തന്നെ പറയാം. മറ്റൊരു വലിയ സംശയമാണ് ഈ സ്ക്രീൻ ടൈം എക്സ്പോഷർ കൊണ്ട് ഓട്ടിസം ഉണ്ടാകുമോ എന്നുള്ളത്. ഓട്ടിസത്തിന് ഇതൊരു ഡയറക്റ്റ് കോസ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ക്രീൻ ടൈം, അമിതമായ സ്ക്രീൻ ഉപയോഗം എന്നുള്ളത്. അപ്പൊ ഇവയൊക്കെയാണ് സ്ക്രീൻ ടൈം എക്സ്പോഷർ കൊണ്ടുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇവയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ സമീപിക്കുക. അപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.